അപ്പോൾ നമുക്കിന്ന് കയ്പ്പക്ക നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറിയ കയ്പ്പക്കയാണ് എടുക്കുക. ചെറിയ കയ്പ്പക്ക നന്നായി കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം മാത്രം പിളർന്നിട്ട് നടുവിലുള്ള സീഡ്സൊക്കെ എടുത്ത് കളയാം. പിന്നെ ഇത് ചൂടുള്ള കഞ്ഞി വെള്ളത്തിലിട്ട് കൊടുക്കാം. എന്നാൽ ഇതിൻ്റെ കയ്പ്പ് നിറയൊക്കെ ഇറങ്ങിപ്പോവും. പിന്നെ കുറച്ച് തൊലിയൊക്കെ സോഫ്റ്റ് ആവും. അപ്പോൾ ഈ നടുവിലുള്ള ഈ സീഡ്സ് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഫില്ലിങ്ങിന് ഉപയോഗിക്കാം. ഇത് നന്നായി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ പുരട്ടി വെക്കാം. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്നുകൂടി സോഫ്റ്റായി വരും. പിന്നെ കയ്പ്പ് രസവും ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതിവിടെ സോക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഇതേപോലെ ചോപ്പറിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ കടായിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്കിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി പിന്നെ 2 ടേബിൾ സ്പൂൺ കാട്ടി മസാല അതും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത ഈ പൾപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ വലിയ സീഡ്സൊക്കെ എടുത്ത് കളയാം. അപ്പോൾ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൽ ലാസ്റ്റ് കുറേ അധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് പിന്നെ കയ്പ്പക്കയിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കയ്പ്പക്ക പിന്നീട് കഴുകേണ്ട ആവശ്യമില്ല. ആ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു നൂല് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് പാനിലിട്ടിട്ട് എല്ലാ പുറവും തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായി മൊരിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എല്ലാ ഭാഗവും മൊരിച്ചെടുക്കണം കേട്ടോ. നിറച്ചത് നമ്മൾ വറവൻ കരല എന്നാണ് ഇതിന് പറയുന്നത്. അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ട് പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം.